ചിത്രങ്ങളുടെ ആസ്വാദനത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ സാധാരണ കേൾക്കാറുള്ള ഒരു പ്രസ്താവനയാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളത്. ആസ്വാദനം പല രീതിയിലാണ് എങ്കിൽ തന്നെയും പൊതുവായ ചില മാർഗനിർദ്ദേശങ്ങൾ അനിവാര്യമാണ്. നമുക്ക് ഒരാളെ ശരിക്ക് മനസ്സിലാക്കണമെങ്കിൽ അയാളോട് അടുത്ത് ഇടപഴകുകയും നിരന്തരം ആശയവിനിമയം നടത്തുകയും വേണം. അതിനായി നമ്മൾ കുറച്ച് സമയം മാറ്റിവെക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ ചിത്രങ്ങൾ കാണുവാൻ നമ്മൾ സമയം കണ്ടെത്തുകയും ആ ചിത്രങ്ങളുമായി ബൗദ്ധിക തലത്തിൽ സംവേദനം നടത്തുകയും വേണം. ചിത്രങ്ങളിലെ നിറവ്യത്യാസങ്ങൾ, രൂപവിന്യാസങ്ങൾ, ആ കാഴ്ചകൾ മൂലം ഉണ്ടാകുന്ന ആശയ രൂപീകരണങ്ങൾ, ഭാവനകൾ, സ്വപ്നങ്ങൾ, കണ്ടെത്തലുകൾ എന്നിവ വ്യക്തമായും സ്പഷ്ടമായും കോർത്തിണക്കാനും ആസ്വാദകന് കഴിയണം. ഒരു ചിത്രം 1000 പേര് കണ്ടാൽ 1000 തരത്തിലുള്ള ആശയങ്ങൾ രൂപപ്പെടുമ്പോഴാണ് ഒരു ഉത്തമ കലാസൃഷ്ടി രൂപപ്പെടുന്നത്. ഓരോ ചിത്രവും ഓരോ ആസ്വാദകരും നോക്കിക്കാണുന്നത് അദൃശ്യമായ ഒരു സ്ഫടിക തലത്തിലൂടെയാണ്. ഈ സ്ഫടിക തലം നിർമ്മിച്ചിരിക്കുന്നത് കാഴ്ചക്കാരൻ്റെ പഠനം, സംസ്കാരം, സഹകരണം, സഹവർത്തിത്വം, അനുഭവങ്ങൾ, അറിവുകൾ, ജനിതക ഘടകം എന്നിവ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരേ ചിത്രമോ ശില്പമോ പല വ്യക്തികളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ സൃഷ്ടിക്കുന്നത്. ചിത്രങ്ങളും ശില്പങ്ങളും ഒറ്റ നോട്ടത്തിലൂടെ കണ്ടുപോകാതെ അവയോട് സംവേദിക്കാൻ സമയം കണ്ടെത്തുക എന്ന ഒരു സംസ്കാരം ഉണ്ടായാൽ മാത്രമേ കല സാമൂഹിക ഉന്നമനത്തിനും വിമലീകരണത്തിനും സാധ്യമാകൂ. കൊല്ലം ഋഷികേശ് ആർട്ട് ഗാലറി അതിനായി ഒരു കൈത്തിരിയാകട്ടെ.